ഉമർ ഖാലിദ് നിലവിലെ ഇന്ത്യൻ അവസ്ഥയെ നീതിപൂർവമായ നിയമവ്യവസ്ഥ എന്ന നുണയെ ഏറ്റവും എളുപ്പത്തിൽ തുറന്നു കാണിക്കാനുള്ള ഗംഭീര ഉദാഹരണമാണ്. ആരാണ് ഉമർ ഖാലിദ്? എന്തിനാണ് അയാളെ ജയിലിൽ അടച്ചത്? എന്താണ് അയാൾ ചെയ്ത കുറ്റം? എന്തുകൊണ്ടാണ് അയാൾക്ക് കോടതികൾ നിരന്തരം ജാമ്യം നിഷേധിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം തിരഞ്ഞു തുടങ്ങേണ്ടത് 2014 നിന്നാണ്. ആൾക്കൂട്ട കൊലകൾ, ആക്രമണങ്ങൾ, വെറുപ്പും വിദ്വേഷവും, വർഗീയ വിഭജന അജണ്ടകൾ തുടങ്ങി അതിരുകടന്ന അക്രമാസക്തിയോടെ കുതിച്ചു ചാടുന്ന ആൾക്കൂട്ടമായി രാജ്യം മാറിയതിൻ്റെ ആരംഭകാലം. അതിനെ എതിർക്കുന്നവരെ, പ്രതികരിക്കുന്നവരെ രാജ്യദ്രോഹികളാക്കി പാകിസ്ഥാനിലേക്ക് അയക്കുന്ന സംഘപരിവാറിൻ്റെ വരവറിയിച്ച കാലം. രാജ്യത്തെ ജനാധിപത്യവാദികളെല്ലാം നിരാശയോടെ വിറങ്ങലിച്ച് നിന്ന ആ കെട്ടകാലത്ത് ആ വംശീയ ഉന്മൂലന രാഷ്ട്രീയത്തിനെതിരെ രാജ്യത്തു നിന്ന് ഉയർന്നു കേട്ട ആദ്യ ശബ്ദങ്ങളിലൊന്ന് JNUവിൽ നിന്നായിരുന്നു. മോദിയും സർക്കാരും പ്രചരിപ്പിക്കുന്ന വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തിനെതിരെ അവർ എഴുന്നേറ്റ് നിന്ന് ചങ്കുപൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു. അത് ഡൽഹിയുടെ തെരുവുകളിലേക്ക് പടർന്ന് ഭരണകൂടത്തെ വീർപ്പ് മുട്ടിച്ചു. ഡൽഹിയിൽ മാത്രമല്ല, രാജ്യവ്യാപകമായി ക്യാമ്പസുകൾ തോറും ആ സമരാഗ്നി പടർന്നു പിടിച്ചു. അതിന് നേതൃത്വം കൊടുത്തവരിൽ പ്രധാനിയായിരുന്നു ന്യൂഡൽഹിയിലെ ജാമിയ നഗറിൽ നിന്ന് ചരിത്രം പഠിക്കാനെത്തിയ 27-കാരൻ ഉമർ ഖാലിദ്. രാജ്യമാകെ ഏറ്റെടുത്ത ആ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം ഭരണകൂടത്തെ ശരിക്കും ചൊടിപ്പിച്ചു. BJP നേതാക്കളും ആ സമരത്തെ തകർക്കാൻ അപസർപ്പക കഥകൾ എഴുതി പിടിപ്പിച്ചു. ഗോദി മീഡിയ ആ നുണ അതേപോലെ പകർത്തി എഴുതി. പോലീസ് ആ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചു. പക്ഷേ ആ വിദ്യാർത്ഥി കൂട്ടം അനങ്ങിയില്ല. 2016 ഒരു ഫെബ്രുവരി മാസത്തിൽ JNUവിൽ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഉമർ ഖാലിദ് ഇങ്ങനെ പറഞ്ഞു: സഖാക്കളെ, എൻ്റെ പേര് ഉമർ ഖാലിദ്. ഞാനൊരു ഭീകരനല്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കലാലയ വളപ്പിലും തെരുവിലും പൊരുതുന്ന നിങ്ങൾക്ക് അഭിവാദ്യം. സി ന്യൂസിനും ടൈംസ് നൗവിനുമൊക്കെ ഇത്രയും രോഷം JNU വിദ്യാർത്ഥികളോട് എവിടുന്ന് വന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ 7 വർഷമായി ഞാൻ ഈ ക്യാമ്പസിലെ രാഷ്ട്രീയത്തിലുണ്ട്. ഞാനൊരു മുസ്ലിമാണെന്ന് ഇക്കാലയളവിൽ എൻ്റെ ചിന്തയിൽ വന്നിട്ട് പോലുമില്ല. മുസ്ലിമാണെന്ന് അവകാശപ്പെട്ടിട്ടുമില്ല. കഴിഞ്ഞ 7 വർഷം ഞാൻ മുസ്ലിം എന്ന് ചിന്തിക്കാത്തത് കഴിഞ്ഞ 10 ദിവസം കൊണ്ട് എന്നെ ചിന്തിപ്പിച്ചു. ഇങ്ങനെയാണ് അവർ രോഹിത് വെമുലയെ കൊന്നത്. എന്നെ ആ സ്വത്വത്തിലേക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ധാതു സമ്പത്ത് ബഹുരാഷ്ട്ര കമ്പനികൾക്ക് വിറ്റഴിക്കുന്നു, വിദ്യാഭ്യാസം വിൽക്കുന്നു, WTOയുടെ കാൽ കീഴിൽ രാജ്യത്തെ അടിയറ വെക്കുന്നു. അവരാണ് ദേശഭക്തിയുടെ കാര്യം പറയുന്നത്. ഞങ്ങളുടെ സ്നേഹം ജനങ്ങളോടാണ്. അതിരുകളോ അതിർത്തികളോ ഇല്ലാത്ത പോരാട്ടമാണ് നമ്മുടേത്. നമ്മെ ദേശദ്രോഹികളെന്ന് വിളിക്കുന്നവർക്ക് ഭൂരിപക്ഷം ഉണ്ടായേക്കാം, മാധ്യമങ്ങൾ കൂട്ടിനുണ്ടായേക്കാം, ഭരണകൂട സംവിധാനങ്ങളുടെ സർവ്വ പിന്തുണയും കണ്ടേക്കാം. എന്നാൽ അവർ ഭീരുക്കളാണ്. അവർ നമ്മുടെ സമരങ്ങളെയും ചിന്താശേഷിയും ഭയക്കുന്നു. കേസെടുക്കുമ്പോഴും ജയിലിലടക്കുമ്പോഴും അധിക്ഷേപിക്കുമ്പോഴും വീണ്ടും വീണ്ടും കൂടുതൽ കരുത്തോടെ എണീറ്റു വരുന്ന ഉമറിനെ കണ്ട് ശരിക്കും സംഘപരിവാർ ഭയന്നു. അയാളെ പിന്നാലെ നടന്ന് ദ്രോഹിക്കാനും എന്തിനു വെടിവെച്ച് കൊല്ലാൻ വരെ തുനിഞ്ഞു. പക്ഷെ ഉമർ ഖാലിദ് എന്ന പ്രക്ഷോഭകാരി അടങ്ങിയില്ല, പേടിച്ചോടിയില്ല. സംഘപരിവാറിന്റെ ഉന്മൂലന രാഷ്ട്രീയത്തിനെതിരെ അയാൾ നിരന്തരം രാജ്യത്തുടനീളം ഓടി നടന്ന് സംസാരിച്ചു, പ്രത്യയശാസ്ത്ര ദൃഢതയോടെ തന്നെ. അങ്ങനെ ഇരിക്കെയാണ് 2019 മോദി സർക്കാർ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്നത്. ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള സർവകലാശാല വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഡൽഹിയിൽ പ്രതിഷേധം തുടങ്ങി. സർവകലാശാലകളിൽ നിന്ന് സർവകലാശാലകളിലേക്ക് ആ പ്രതിഷേധാഗ്നി അതിവേഗം ആളിപ്പടർന്നു. ഷഹീൻബാഗിലെ കൊടും തണുപ്പിൽ സ്ത്രീകൾ രാപ്പകലില്ലാതെ ഹിന്ദുത്വ ഫാസിസത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചു. രണ്ടാം സ്വാതന്ത്ര്യ സമരമായി വ്യാഖ്യാനിക്കപ്പെട്ട പ്രക്ഷോഭത്തെ തകർക്കാൻ പക്ഷേ സംഘപരിവാർ കലാപം ആസൂത്രണം ചെയ്തു. ഡൽഹിയെ ചോരക്കളമാക്കിയ കലാപത്തിന്റെ പേരിലാണ് ഉമറും ഷാർജിൽ ഇമാമും ഇപ്പോഴും ജയിലിൽ കഴിയുന്നത്. ഉമറിനെ പൂട്ടുക എന്ന ലക്ഷ്യത്തോടെ മാത്രം എഴുതി ഉണ്ടാക്കിയ ചാർജ് ഷീറ്റാണ് ഡൽഹി ഗൂഢാലോചന കേസിലുള്ളതെന്ന് ആർക്കും മനസ്സിലാവും. രഹസ്യമായി നടത്തിയ ഗൂഢാലോചന എന്നാരോപിച്ച് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് യോഗേന്ദ്ര യാദവ് അടക്കമുള്ള സാമൂഹ്യ പ്രവർത്തകരോടൊപ്പം ചേർന്ന് നടത്തിയ ഒരു പരിപാടിയായിരുന്നു. അതിന് തെളിവായി ഹാജരാക്കിയതാവട്ടെ അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത ഫോട്ടോയും വിവരങ്ങളും. അത് കഴിഞ്ഞുള്ള ആരോപണം ഡിസംബർ 27 വീണ്ടും മീറ്റിംഗ് കൂടി ഷഹീൻബാഗ് പ്രൊട്ടസ്റ്റ് പ്ലാൻ ചെയ്തു എന്നതാണ്. എന്നാൽ ആ യോഗത്തിൽ ഉമർ ഉണ്ടായിരുന്നില്ല എന്ന് പ്രോസിക്യൂഷൻ തന്നെ പിന്നീട് സമ്മതിച്ചു.
ജനുവരി 8-ന് ട്രംപ് ഇന്ത്യ സന്ദർശിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തു എന്നാണ് ഇതിലെ ഏറ്റവും അപഹാസ്യകരമായ മറ്റൊരു ആരോപണം. ട്രംപ് ഇന്ത്യ സന്ദർശിക്കുന്ന കാര്യം അനൗൺസ് ചെയ്തത് തന്നെ ജനുവരി 14-നാണെന്ന വസ്തുതയ്ക്ക് മുന്നിൽ അതും പൊളിഞ്ഞു. എന്നാൽ കലാപത്തിന്റെ തൊട്ട് മുമ്പ് മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ BJP നേതാക്കളായ കപിൽ മിശ്രയുടെ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും അനുരാഗ് ഠാക്കൂർ പരസ്യമായി വിദ്വേഷ പ്രസംഗം നടത്തിയിട്ടും ഇപ്പോഴും സ്വതന്ത്രരായി നടക്കുന്നു. ഒരു കള്ളക്കേസെങ്കിലും തെളിയിക്കാനാകാതെ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഈ യുവാക്കളെ കൽത്തുറങ്ങിൽ പാർപ്പിച്ചിരിക്കുന്നു. ഈ അനീതിക്ക് കൂട്ടുനിൽക്കുകയാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠവും. മലേഗാവ് ബോംബ് സ്ഫോടന കേസിലെ പ്രഗ്യാ സിംഗ് ഠാക്കൂർ, കേണൽ പ്രസാദ് പുരോഹിത് എന്നിവരുൾപ്പെടെയുള്ള കൊടും ക്രിമിനലുകളെ വിട്ടയക്കുകയും ബലാത്സംഗ കൊലക്കേസ് പ്രതി ഗുർമീത് റാം റഹീമിനടക്കം ജാമ്യം നൽകുകയും ചെയ്യുന്ന അതേ കാലത്താണ് ഉമർ ഖാലിദും ഷാർജിൽ ഇമാമും സഞ്ജീവ് ഭട്ടുമെല്ലാം ജയിലിൽ കഴിയുന്നത്. പക്ഷേ എങ്ങും നിശബ്ദതയാണ്. എല്ലാ സ്വേച്ഛാധിപതികളും ആഗ്രഹിക്കുന്ന സമ്പൂർണ്ണ നിശബ്ദ വിധേയത്വം.